ഹായ്, ഇത് നമ്മളിന്ന് രാവിലെ എണീറ്റ് കോട്ടയത്ത് പോകാൻ തുടങ്ങുകയാണ്. 2 ആഴ്ചയ്ക്ക് ശേഷം ഇന്ന് പോവാണ് കേട്ടോ. നമ്മൾ സാധനങ്ങളൊക്കെ അവിടുന്ന് മാറ്റിയിട്ട് നമ്മളിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. ലൂക്കാപ്പനെ രാവിലെ എണീപ്പിച്ചു. ലൂക്കാപ്പൻ തന്നെ ചെരുപ്പിട്ടതാണ്. അതുകൊണ്ടാണ് ഒരു മറ്റേ കാലിലേണ്ട ചെരുപ്പ് ഈ കാലിലേണ്ട ചെരുപ്പ് മറ്റേ കാലിലിട്ടേക്കുവാണേ. രാവിലെ എണീക്കുന്നുണ്ട് കരച്ചിൽ പതിവുള്ളതാണ്. അത് കാരണം കരച്ചിൽ മാറ്റാനായിട്ട് ഞാനൊരു ക്യാപ്പൊക്കെ എടുത്ത് തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുറ്റത്തൊക്കെ ഇരുന്ന് വെയിലൊക്കെ ഇച്ചിരി നേരം കൊണ്ടിട്ട് രാവിലത്തെ വെയിലൊക്കെ കൊള്ളുന്നത് നല്ലതാണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ രാവിലത്തെ വെയിലൊക്കെ കൊള്ളിച്ചിട്ട് റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന വണ്ടിയൊക്കെ കാണിച്ചു കൊടുക്കും കേട്ടോ. ലൂക്കാപ്പൻ ഇവിടുന്ന് ചുമ്മാ കൈയൊക്കെ കാണിക്കും. കാണുന്ന വണ്ടിക്കാർ ലൂക്കാപ്പന് തിരിച്ചും ഹായ് ബൈ ഒക്കെ പറയാറുണ്ട്. അപ്പം കുറച്ച് ബട്ടർഫ്ലൈസും അതുവഴി പോകുന്നുണ്ട്. അപ്പോൾ അതുങ്ങളെയും കാണിച്ചിട്ട് ലൂക്കാപ്പനെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. ലൂക്കാപ്പന് റോഡും ചെരുപ്പോ മണ്ണോ ഒക്കെ ഭയങ്കര വീക്ക്നെസ്സാണ്. അതൊക്കെ കണ്ടാൽ പിന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പാടാം. കല്ലൊക്കെ എടുത്തിട്ട് റോഡിലോട്ട് എറിയും. ഇങ്ങനെ മണൽ കാണിക്കാനേ പറ്റില്ല. കാണിച്ച് അവിടുന്ന് എടുക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു മതി വാ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. ഇല്ല എന്ന് പറഞ്ഞിട്ടിരിക്കുക. കാരണം ബട്ടർഫ്ലൈ ഒത്തിരി ഉണ്ട്, അതിനെ പിടിക്കാൻ കിട്ടത്തുമില്ല. ലൂക്കാപ്പൻ പിന്നെ ബട്ടർഫ്ലൈ മുന്നിൽ വന്നാൽ ഒന്നുമില്ല. ലൂക്കാപ്പൻ ഒരൊറ്റ ഓട്ടമാണ്. മുന്നിൽ കുഴിയാണോ കല്ലാണോ എന്നൊന്നും ലൂക്കാപ്പൻ നോക്കില്ല കേട്ടോ. അപ്പം 3-5 വണ്ടിയൊക്കെ റോഡിൽ കൊണ്ട് കയറി വരുന്നുണ്ട്. അതിൻ്റെ സൗണ്ടാണ് കേട്ട് ചെറിയ ചിരിയൊക്കെ വന്നപ്പം ആൾക്കാരെ കാണാൻ കല്ലൊക്കെ എടുത്തെറിയാനുള്ളൊരു ഇഷ്ടമാണ് കേട്ടോ. കല്ലൊക്കെ എറിഞ്ഞ് അങ്ങ് ദൂരം പോകാത്തതുകൊണ്ട് കുഴപ്പമില്ല. ദൂരമൊക്കെ പോകാനാണ് ഇച്ചിരി ഡേഞ്ചറാണ്. വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ അവരെ ദേഹത്ത് കൊള്ളൂലേ. പിന്നെ ഇപ്പോൾ ഞാൻ കുളിക്കാനായിട്ട് എടുത്തിട്ട് പോയി. കുളിപ്പിച്ചിട്ട് വന്നു കേട്ടോ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഈ ഗ്യാപ്പിൽ ഫുഡും കഴിച്ചു. അപ്പോൾ അപ്പച്ചൻ്റെ തോളിൽ കയറിയിരിക്കുക കേട്ടോ. കാരണം ഇനി കാറിൽ കയറണം. കാറ് കണ്ടാൽ പിന്നെ ആരുടെയും കൈ പോവില്ല. പോകണം എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ കാറിൽ കയറി. അപ്പം ഇനി പെട്ടെന്ന് ഉറങ്ങിക്കോളും. അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിൽ വന്നു. പെട്രോൾ എടുക്കാനായിട്ട് നിർത്തിയേക്കാണ്. ഇനിയും അങ്ങനെ യാത്രയൊക്കെ ചെയ്ത് കോട്ടയത്ത് വന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ കണ്ടതുകൊണ്ടായിരിക്കും ആകെ മാറിപ്പോയ പോലെ തോന്നി. എന്നാലും ഈ വീടുമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ആത്മബന്ധമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല ഞങ്ങളുടെ ഫാമിലിക്ക് പറ്റുന്ന ഒരു നല്ല വീടായിരുന്നേ. അപ്പം മുറ്റമൊക്കെ തൂക്കുകയാണ് വന്ന പാടെ. ഇവിടെയൊക്കെ ഒത്തിരി പൊടിയൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു ഞങ്ങളില്ലാഞ്ഞ കാരണം. താഴോട്ടിറങ്ങുന്ന സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ കുറച്ച് പൊടികളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് പതുക്കെ വൃത്തിയാക്കണം. വീട്ടിൽ കയറി കിടന്നൊക്കെ ഉറങ്ങി കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഉറങ്ങി പിറ്റേ ദിവസത്തിന് പകുതിയൊന്നും എനിക്കെടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം എല്ലാ സാധനങ്ങളും ഏകദേശം ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ എടുക്കാൻ ഇനി ആൾക്കാർ അധികം വരില്ല. എൻ്റെ ബ്രദറിൻ്റെ ഒരു ഫ്രണ്ടും വരും. ലൂക്കാപ്പൻ്റെ ചെറുപ്പത്തിൽ തൊട്ട് കേട്ടോ ഇരിക്കുന്നത്. ലൂക്കാപ്പൻ്റെ ചെറുപ്പത്തിൽ അത് ഇഷ്ടമൊന്നുമില്ലായിരുന്നു. ഇപ്പം പ്രായമായപ്പോൾ അത് കയറിയൊക്കെ ഇരിക്കുകയാണ്. ഇത് നമ്മൾ ഇവിടെ ഇട്ടിരുന്ന കുറേ ഡ്രസ്സൊക്കെയാണ്. അതൊന്നും പാക്ക് ചെയ്തില്ല. അതൊക്കെ ഒരു കവറിലാക്കി എടുക്കാനാണ്. കിച്ചൺ കാലിയാക്കി. ഇനിയിപ്പം ഫ്രിഡ്ജൊക്കെ എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പം വാഷ് ബേസിനൊക്കെ ഏകദേശം നല്ല രീതിയിൽ തന്നെ കിടക്കുമായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ മോപ്പ് ചെയ്യണം. ഇനിയിപ്പം ഇവിടെയൊക്കെ ആകെ അലങ്കോലമായി കിടക്കുന്നതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കണം. ഇതിപ്പം ഫ്രിഡ്ജോട് എടുത്താലേ നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് വൃത്തിയാക്കാൻ പറ്റുള്ളൂ. ലൂക്കാപ്പൻ ആ സമയത്തൊക്കെ ഇരുന്ന് ഭയങ്കര കളി കേട്ടോ. ഗണ്ണൊക്കെ വെച്ചിട്ട് പുള്ളിക്ക് ഈ ഒരു തൊട്ടി കിട്ടിയത് ഭയങ്കര ഹാപ്പിയായി. ഇത് നമ്മൾ താഴെ വെച്ചേക്കുമായിരുന്നു. താഴെ 2 മുറി കേട്ടോ. അപ്പോൾ അവിടെ വെച്ചേക്കുമായിരുന്നു. ഞങ്ങളിവിടെ ഈ ഹാളിലാണ് ഞങ്ങൾ കിടന്നുകൊണ്ടിരുന്നത്. ഇവിടെ ബെഡിട്ടിട്ട് ഞാനും ഇച്ചായനും ലൂക്കാപ്പനും ഇവിടെയാണ് കിടന്നിട്ടിരുന്നത്. ഫാന് ലൈറ്റ് എല്ലാം ഒക്കെ ഉള്ള അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഒറ്റയ്ക്ക് കിടക്കണേൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. നല്ല വെട്ടാണ്. ഇതിപ്പം ഞാൻ ചരിച്ചാണ് എടുത്തത്. ഇതിപ്പം റോഡിൽ നിന്ന് ആൾക്കാർ നമ്മുടെ സാധനങ്ങളൊക്കെ പാസ് ചെയ്ത് എടുത്തിട്ട് പോകുന്നതാണ്. എടുത്തിട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ അലമാരിയുടെ ബാക്ക് സൈഡിലൊക്കെ കുറച്ച് നമ്മൾ കാണാതൊക്കെ ഇരുന്ന കുറേ പൊടികളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇനിയിപ്പം ഇങ്ങനെ ചുക്രി വല പോലൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ ഇനി തൂക്കണം. 1-2 സാധനങ്ങളും ഇതുണ്ട് കേട്ടോ എടുക്കാൻ. അതുകൂടെ എടുത്ത് കഴിഞ്ഞാലേ നമുക്ക് തൂക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഇവിടെയൊക്കെ ഇനി നന്നായിട്ടൊന്ന് തൂത്തു. ഇനിയിപ്പം മോപ്പ് ചെയ്യണം. തൂത്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ ചൂലാണ് നോക്കുന്നത്. അതുകൊണ്ട് ആ ചൂല് വെളിയിൽ കൊണ്ട് വെച്ചേക്കുമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ചൂലൊക്കെ എടുത്തിട്ടൊന്ന് തൂക്കണം. വരുന്നത് എൻ്റെ ബ്രദറാണ്. ലൂക്കാപ്പനെ ആശ്വസിപ്പിക്കുകയാണ്. ലൂക്കാപ്പന് നമ്മൾ ധൃതി പണിയൊക്കെ ചെയ്യുമ്പോൾ ഓരോ ഇതാണ്. അപ്പോൾ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കിയിട്ട് ഇറങ്ങി വൈറ്റ് കാർ പാർക്ക് ചെയ്തേക്കുന്ന ഇവിടെ കേട്ടോ. നമ്മുടെ വണ്ടി ഉണ്ടായിരുന്ന സമയത്ത് പാർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പം ലാസ്റ്റായിട്ട് നമ്മളിപ്പം താമസിച്ച സ്ഥലത്തൊന്നും ഇനി വരേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പം ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ലൂക്കാപ്പൻ്റെ ഫേവറേറ്റ് പ്ലേസാണ്. നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും.
ഇത് ആപ്പിൾ ചെറിയുടെ മരമൊക്കെ ഉള്ളതാണ്. ഇവിടെ ആയിരുന്നു ലൂക്കാപ്പൻ എപ്പോഴും വരുന്നത്, ഞാനും. അപ്പോൾ ആ ഗേറ്റ് കാണുന്ന വീടില്ലേ, ഒരു കായ ഉണ്ട് കേട്ടോ, ചുവന്നിരിക്കുന്നത്. സൂക്ഷിച്ച് നോക്കിയാൽ 1-2 ഗ്രീൻ കാ ഉണ്ട്. അത് ഈ പച്ചപ്പായതുകൊണ്ട് ഫുള്ള് കാണാൻ പറ്റുന്നില്ല. ആ കാണുന്ന വീടായിരുന്നു ലഡുവിൻ്റെ. അപ്പം നമ്മൾ തിരിച്ച് പോയിട്ട് വന്നിട്ട് ഇതാണ് ഞങ്ങൾ വിറക് കത്തിച്ചുകൊണ്ടിരുന്ന അടുപ്പ്. ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ചാരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ ഞാൻ കുറച്ച് ഈ ഓലമടലൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ, അതൊക്കെ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുത്തെ ഏകദേശം വൃത്തിയാക്കിയിട്ടോ താഴത്തെ സ്റ്റെപ്പും തൂത്തു. ഇനിയിപ്പം ഈ സിറ്റ് ഔട്ടൊന്നും പോകാൻ നേരത്ത് മോപ്പ് ചെയ്താൽ മതി. പെരേൻ്റെ ഉള്ളിൽ മോപ്പ് ചെയ്തു. ഇപ്പം ലൂക്കാപ്പൻ എന്നെ മോപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. ലൂക്കാപ്പന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഞങ്ങൾ പോകാൻ ഇറങ്ങിയതാണ്, എന്നാലും കുറച്ച് താമസമുണ്ട് കേട്ടോ. ഹൗസ് ഓണറെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചാണ്. ആളിവിടെ ഇല്ല, മാർക്കറ്റിൽ പോയേക്കുവാണ്. ആൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ആൾ വന്ന് ആളെ കീ ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇതപ്പോൾ അവിടുത്തെ ഒരു വഴിയാണ് കേട്ടോ, നമ്മുടെ വീടിൻ്റെ താഴോട്ടുള്ള വഴി. ഈ വഴിയൊക്കെ ഞാൻ വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ ലൂക്കാപ്പനെ കാണിച്ചു കൊടുക്കാനാണ്. ലൂക്കാപ്പന് കുറച്ചുകൂടെ വലുതാകുമ്പം ഇതൊക്കെ വീഡിയോ ഉണ്ടെങ്കിൽ നല്ലതല്ലേ കാണിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് ഞാൻ വീഡിയോസൊക്കെ പറ്റുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ടൊന്നും പറ്റിയില്ല, കാരണം ലൂക്കാപ്പൻ എൻ്റെ മടിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ലൂക്കാപ്പന് കുറേ ഡിസ്റ്റർബൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആളെയും കെയർ ചെയ്യണം, വീഡിയോസ് എടുക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കേട്ടോ നമ്മുടെ പള്ളി. നമ്മളിവിടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇനി ഇതൊക്കെ നമ്മൾ മിസ് ചെയ്യും, നല്ല പള്ളിയായിരുന്നു. ഇനിയിപ്പം നമ്മൾ നേരെ റാന്നിക്കാട്ടോ പോകുന്നത്. ഈ വഴിയൊക്കെ ഞാൻ ലൂക്കാപ്പനെ കാണിക്കാൻ വേണ്ടി മാക്സിമം ഒന്ന് വീഡിയോ എടുത്താണ്. ഇതിപ്പോൾ നമ്മൾ എവിടെ സ്ഥലമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒരു അപ്പച്ചൻ്റെ കടയാണെന്ന് മാത്രമേ അറിയാം കേട്ടോ. ഞങ്ങൾക്ക് ദാഹിച്ചപ്പം ഈ ഗ്രീൻ കളർ സോഡ കുപ്പിയിൽ ഒരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ലെമൺ സോഡ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കൃത്യമായിട്ട്. അതാണ് ലൂക്കാപ്പനും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബ്രദറും കുടിച്ചു, ഞാനും കുടിച്ചു. പിന്നെ ലൂക്കാപ്പന് ഒരു 10 രൂപേൻ്റെ ലേസ് വാങ്ങിച്ചു കൊടുത്തു.